ഇപ്പോൾ റോമൻ കൂരിയയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പരിശുദ്ധ പിതാവും പങ്കെടുക്കേണ്ടതായിരുന്നു. ആ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കപ്പുച്ചിൻ വൈദികനായ ഫാദർ റോബർട്ടോ പസലോണിയാണ്. ഏതായാലും പരിശുദ്ധ പിതാവ് ഓൺലൈനായി ജമലി ആസ്പത്രിയിലെ 10ാം നിലയിലെ പേപ്പൽ സൂട്ടിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കുകയും ഈ ധ്യാനത്തിൽ ഓൺലൈനായിട്ടും പങ്കെടുത്തു എന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും നമുക്ക് പരിശുദ്ധ പിതാവിനായിട്ട് ഉയർത്താം. ഏതായാലും 2013 മാർച്ച് 13-ാം തീയതി ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെ സക്സസറായി പിൻഗാമിയായി വന്ന ജോർജ് ബെർഗോളിയോ എന്നറിയപ്പെടുന്ന കർദിനാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയായി മാറിയത് മാർച്ച് 13-ാം തീയതി ആണ് എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ശക്തമായി കടന്നു വരുന്ന ദിവസങ്ങളാണിത്. കാരണം നാളെ മാർച്ച് 13-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയായതിൻ്റെ 12ാം വാർഷികം കൂടിയാണ്.